അപ്പോൾ ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വീണ്ടും നോക്കാൻ പോകുന്നത് വെച്ചാൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് വന്നിരുന്നു. മാർക്കസ് മർഗുലാവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അപ്ഡേറ്റ്. സോ അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ അതിന് മുന്നേ എല്ലാവരും ബ്ലാസ്റ്റേഴ്സ് ഫയർ എന്ന് പറയുന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. നമ്മളൊരു 10 ലൈക്കെങ്കിലും തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ടാർച്ച വെക്കുന്നത്. ഇതിൽ നമുക്ക് അപ്ഡേറ്റ് നോക്കാം. അതായത് മാർക്കസ് മർഗുലാവോ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു സൂപ്പർ താരം അല്ലെങ്കിൽ സൂപ്പർ റൈവൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ വരുന്ന ആണ്. അതൊരു ആരാധകൻ്റെ ഒരു ചോദ്യത്തിന് കിട്ടിയൊരു മറുപടിയാണത്. ഒരു ആരാധകൻ ഇങ്ങനെയാണ് ചോദിച്ചത്: നിങ്ങൾ ഒരുപാട് കാലമായാലോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അപ്ഡേറ്റൊക്കെ ചെയ്തിട്ടെന്ന് വെച്ചപ്പം, കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസൺ കണ്ടപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഒരു ഹൈ ലെവൽ പ്രൊഫൈൽ താരത്തെ സ്വന്തമാക്കിയിട്ടുണ്ടെന്നും അയാളായിട്ട് ബന്ധപ്പെട്ടായിരിക്കും വരുന്ന ദിവസങ്ങൾ അപ്ഡേറ്റുകൾ വരുമെന്നും മാർക്കസ് മർഗുലാവോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരാണതെന്തെന്ന് നമുക്ക് ചോദിച്ചപ്പം സെർജിയോ ലൊബേറയ്ക്ക് ആണെന്നാണ് ഒരു ആരാധകൻ്റെ ചോദ്യം. അതിനയാൾ കൊടുത്ത മറുപടി മാർക്കസ് മർഗുലാവോ കൊടുത്തു: സെർജിയോ ലൊബേറ അല്ല, കോച്ചസിൻ്റെ കാര്യമല്ല പറഞ്ഞത്. അപ്പം കോച്ചല്ല എന്നുള്ള കാര്യം ഉറപ്പ്. സോ പ്ലെയർ തന്നെയാണെന്നാണ്. പക്ഷെ അത് ഫോറിനറാണോ ഇന്ത്യൻ പ്ലെയറാണോ അതൊന്നും അറിയില്ല. പക്ഷെ നമ്മളെ ഫാൻസിനെ ഹാപ്പി ആക്കുന്ന എന്തോ ആണത്. നമ്മളിപ്പം വലിയ ഏതൊരു മെസ്സിനെ കൊണ്ടുവന്നാലും അത്ര ഹാപ്പി ഒന്നും ആവണ്ട. കാരണം നമുക്ക് അൾട്ടിമേറ്റ് ട്രോഫിയാണ് വേണ്ടത്, അല്ലാതെ ഇതുപോലെ ഒരുപാട് കണ്ടം സൈനിങ്സ് അല്ല വേണ്ടത്. സോ എനിക്ക് തോന്നുന്നത് ആരായിരിക്കും എന്ന് വെച്ചാൽ, എൻ്റെ അഭിപ്രായത്തിൽ ലൂണ ടീം വിട്ടാൽ മിക്കവാറും ഗ്രേഗ് സ്റ്റുവാർട്ട് വരാനാണ് സാധ്യത. പിന്നെ അല്ലെങ്കിൽ കോർണർ ഷീറ്റ്സൊക്കെ ചാൻസലുണ്ട്. സോ കോർണർ ഷീറ്റ്സൊക്കെ അവൈലബിൾ ആണ്. കോർണർ ഷീറ്റ്സിന് 4ഓളം ISL ക്ലബ്ബുകൾ കോൺട്രാക്റ്റ് നൽകിയെന്ന് പറയുമ്പോൾ, കോർണർ ഷീറ്റ്സിന് വല്ലതും കേരള ബ്ലാസ്റ്റേഴ്സിലേക്കാണോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ഐ ഡോണ്ട് നോ. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി ഒരു ഇന്ത്യൻ പ്ലെയർ ആണോ? ഞാൻ നോക്കണമെങ്കിൽ പെപ്ര പോകാൻ എന്തായാലും സാധ്യതയുണ്ട്. സോ പെപ്രക്ക് പകരക്കാരനാണോ എന്നും കൂടി നോക്കണം. അല്ലെങ്കിൽ മിലോസ്. എൻ്റെ പദ്ധതിയിൽ ഈ മിലോസ് രണ്ടും ക്വാളിറ്റി കുറഞ്ഞ താരങ്ങളാണ്. കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അത് ഒരു പെർഫെക്റ്റ് അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു ചാമ്പ്യൻ ടീമിലേക്ക് ഒന്നും വേണ്ടല്ലോ. നമ്മൾ മോഹൻ ബഗാൻ്റെ തന്നെ ടീമൊക്കെ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അവരുടെയൊക്കെ എത്രത്തോളം സ്റ്റേബിൾ ടീമാണെന്ന്. സോ അതായത് അവർക്കൊക്കെ നല്ല ഒരു ഹയർ ലെവൽ എക്സ്പീരിയൻസ് ഉള്ള, പുറത്തൊക്കെ പോയി നല്ല രീതിയിൽ കളിച്ച. പിന്നെ ടോം ആൾറെഡുമായിട്ടൊക്കെ നമുക്ക് ഒരു ചെറിയ റൂമറൊക്കെ ഉണ്ടായിരുന്നു. സോ ആരായിരിക്കും വരാൻ പോകുന്നതെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഇതിനെപ്പറ്റി അപ്ഡേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് മാർക്കസ് മർഗുലാവോ. അത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഹൈദരാബാദ് മത്സരത്തിന് ശേഷം, ഈ സീസണിൻ്റെ അവസാനത്തിന് ശേഷം ആയിട്ടായിരിക്കും ഇതിനെ പറ്റിയിട്ട് അപ്ഡേറ്റ് ചെയ്യുകയെന്ന് മാർക്കസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ അത് കഴിഞ്ഞ് നമുക്ക് കാത്തിരിക്കാം. അത് ആരായിരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്ന് ഒന്ന് അടിയിൽ കമൻറ്റ് ചെയ്യുക. സോ ആരായിരിക്കും? എൻ്റെ അഭിപ്രായത്തിൽ ഗ്രേഗ് സ്റ്റുവാർട്ട് ആയാൽ മതി എന്നാണ്.